ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്, അതിന്റെ സൂപ്പർവിഷനിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണം നടത്തുന്നത് കേസിനെ സ്വാധീനമുള്ള താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ വിജിലൻസ് ഒരു അന്വേഷണം നടത്തിയിട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോ അത് റിപ്പോർട്ട് പല ഊഹാപോഹങ്ങളും വരുന്നുണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് അതിൽ എന്തൊക്കെ കണ്ടെത്തലുകളുണ്ട്, അതല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിയുന്നത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ്. ആ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേവസ്വം വിജിലൻസിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ അല്ലാതെ വേറൊരു ആരെങ്കിലും ക്രിമിനൽ നടപടി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം വേണ്ടിവരും. അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, നാളെ പമ്പയിൽ കേസ് ഫയൽ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് SIT റിപ്പോർട്ട്, നമ്മുടെ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ, കോടതി ഇതിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു പ്രത്യേക അന്വേഷണം നടത്തണമെന്നോ വേറെ ഏതെങ്കിലും രീതിയിലൊരു ഒബ്സർവേഷൻ നിരീക്ഷണം വന്നാൽ എന്താവും നമുക്കറിയാൻ കഴിയില്ല. എന്നാലും സ്വാഭാവികമായിട്ട് ഇപ്പോ ഹൈക്കോടതി നിയോഗിച്ച SIT ആയതുകൊണ്ട് SITയോട് തന്നെ അന്വേഷണത്തിന് പറയും. പക്ഷെ ആ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാര്യം ഇത് ചെറിയ മീനല്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നല്ല, ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ഇതുപോലുള്ള ഉണ്ണികൃഷ്ണന്മാരും എല്ലാവരും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു സ്വർണ്ണ കൊള്ള നടത്താൻ കഴിയൂ. ഒരു സാധാരണ മനുഷ്യന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റോ അല്ലെങ്കിൽ അന്വേഷണ ദൂരെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. 2019 സ്വർണ്ണപ്പാളി കടുപ്പിക്കുകയോ ചെയ്തതിനു ശേഷം 5 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് നിറമങ്ങൾ ഉണ്ടായി നേരത്തെ ഉള്ള വാറന്റിയൊക്കെ മറികടന്നിട്ട് വീണ്ടും അതേ ആളിന്റെ കയ്യിൽ തന്നെ വീണ്ടും കൊടുത്തയക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരാളോ രണ്ടാളോ നിശ്ചയിച്ചിട്ട് തീരുമാനിക്കുന്നതല്ല. അതിന് പിന്നിലൊരു മാഫിയ സംഘം തന്നെ ഉണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ ഈ സ്വർണവും അതുപോലുള്ള സ്വത്തുകളും അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അന്വേഷണം അതിലേക്ക് വെളുത്തൻ വിഷമം വിരലിട്ടുണ്ടെന്നതായിരിക്കും. ഏതായാലും ഇന്ന് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അന്വേഷണം എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് പോകുന്നത്. സത്യസന്ധമായി അന്വേഷണം നടത്തുന്നതാണ് എന്ന് തന്നെയാണ് ഈ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ഇപ്പോ ഈ സ്വർണ്ണപ്പാളി വിറ്റത് സ്വർണത്തിന്റെ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല. ഒരു വലിയ ഈ വിശ്വാസികളെ ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷനാണ് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ കേരള പോലീസിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിച്ച് ഇതിന്റെ കള്ളി പുറത്തു കൊണ്ടുവന്ന് ഈ മാഫിയ തകർക്കണം, ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കണം. അതിന് ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ആ ഗവൺമെന്റ് അതിന്റെ കടമ നിർവഹിക്കണം. ഇപ്പോ ഉള്ള പോക്ക് അതിലേക്കല്ല എന്നുള്ളതാണ്. കാരണം വലിയ സ്ഥാപനങ്ങളായിരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭരണാധികാരികളും ഇതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏത് അറ്റം വരെ ഈ ഇപ്പോഴുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പോകാൻ കഴിയും, അതിന്റെ പരിമിതികളെ കുറിച്ചൊക്കെ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണം. ഇത് രാജ്യത്തിനകത്തോ രാജ്യത്തിന് പുറത്തോ ഇതിന് വിൽപ്പന നടന്നിട്ടുണ്ടോ, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കുറിച്ച് അന്വേഷിക്കണം. അല്ലാതെ ഈ അന്വേഷണം ഒരു പ്രഹസനമാകാനാണ് സാധ്യത. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ശബരിമലയിലെ വിശ്വാസവും വിറ്റ് കാശാക്കുന്ന കൂട്ടരാണ്. ഇതിൽ ഈ ബോർഡിലുള്ള ആളുകളെ തന്നെ നമുക്ക് ഏറെക്കുറെ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഈ ദേവസ്വം ബോർഡിന്റെ പരിപാടികളെല്ലാം നിറസാന്നിധ്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് തെളിയിക്കുന്നത് തന്നെയാണ് കോട്ടയം ഏറ്റുമാനൂർ വിഗ്രമോഷണ കേസിലെ ആ ഒരു കേസുമായി അന്വേഷണത്തിലാണ് ഇപ്പോൾ നമുക്കൊരു CCTV ദൃശ്യങ്ങളും അതിലെ ഒരു വീടിന്റെ ശിലാഫലകമൊക്കെ കണ്ടത്. അതിൽ എല്ലാ പേരുകളും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രമാണ് പുറത്തു നിന്നുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡിന് അത്രത്തോളം പ്രിയങ്കരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം ബോർഡിന് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ തെളിവുകളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ഒരു ഏജന്റ് അല്ലെങ്കിൽ ആ ഒരു വിൽപ്പന നടത്തുന്ന വിൽപ്പനക്കാരൻ എന്ന രീതിയിൽ തന്നെയാണോ ഇതിൽ അദ്ദേഹത്തിന്റെ റോള് എന്നാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല ഈ കേസിലെ വമ്പന്മാരെ പിടിക്കാൻ അല്ലെങ്കിൽ പിടികൂടാൻ ഇനി എത്ര നാൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും? പറ്റി ഒരു മാധ്യമമാണ്. മാധ്യമം എന്ന് വെച്ചാൽ പത്രത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ
ഈ ഇതുപോലുള്ള കൊള്ള നടത്താൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണേണ്ടത്. ഇടനിലക്കാരൻ എന്നുള്ളതിൽ നമുക്ക് ഒരു ഓർഡിനറി, നമുക്കൊരു സാധാരണ മനുഷ്യന് തന്നെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒരാള് സ്പോൺസറായിട്ട് വരികയാണ്, ദൈവത്തിനോടുള്ള അമിതമായ ഭക്തി കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മുടെ ഭണ്ഡാരത്തിനകത്തിരിക്കുന്ന കുറച്ച് സ്വർണ്ണമുണ്ട്, അതും കൂടെ ഇനി തന്നാൽ എന്റെ ചെലവ് കുറയും എന്ന് പറയുമ്പോൾ തന്നെ അയാളെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ ഭരണാധികാരികൾക്ക്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവരുടെ എല്ലാം ഗൂഢാലോചന. ഇവരെല്ലാം ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഈ ഒരു ഇടനിലക്കാരൻ തൽക്കാലം ഒരു സ്പോൺസറായി വന്നതല്ലല്ലോ, ഇത് ഇടനിലക്കാരൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ അധികാരത്തിന് ഇടനാഴികളിലെല്ലാം ആ ഇടനിലക്കാരെ കാണാൻ കഴിയും. അതാണ് ഇപ്പൊ ഓരോ CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണം. അത് നടത്തിയില്ല എങ്കിൽ ദേവസ്വത്തിന്റെ ഈ നമ്മുടെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ ഒരുപാട് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതുവരെ ഞാൻ പറഞ്ഞത് ദേവസ്വത്തിന്റെ ഈ ഫണ്ടങ്ങൾ മാത്രമല്ല, വസ്തുക്കൾ ധാരാളമായി ലക്ഷക്കണക്കിന് ഏക്കറുകളാണ് പല ആളുകളും തട്ടിപ്പോയിട്ട് അതിന് തുടർ നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ മൗനം പാലിച്ചു കൊടുത്താൽ മാത്രം മതി. പരാതി കൊടുക്കാൻ മുന്നോട്ട് വരാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരു വിധി എഗൻസ്റ്റായിട്ട് വന്നാൽ അപ്പീൽ കൊടുക്കാൻ കാലതാമസം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ താല്പര്യം എടുക്കാതിരുന്നാൽ മതി. കോടികളാണ് അവരുടെ കയ്യിലേക്ക് വരുന്നത്. ഇതൊക്കെ കൂടി അന്വേഷിക്കണം. ഈ സ്വത്ത് അന്യാധീനപ്പെട്ടു പോയത്, അതുപോലുള്ള നമ്മുടെ ഈ ജംഗമ വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോയത്, അതൊക്കെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണത്തിന് ഒരു വിരൽ ചൂണ്ടാൻ ഈ പ്രശ്നം ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പൊ പ്രാർത്ഥന. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.